അഴീക്കോട് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ഫൈബർ വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി ഡേവിസിന്റെ ഉടമസ്ഥതയിലുള്ള ദീപം എന്ന മത്സ്യബന്ധന വള്ളമാണ് പിടിയിലായത്. എന്നാൽ നിയമാനുസൃതമായാണ് മത്സ്യബന്ധനം നടത്തിയതെന്നും അഴീക്കോട് ഒഴികെയുള്ള ഹാർബറുകളിൽ ഇത്തരം മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ലെന്നുമാണ് തൊഴിലാളികളുടെ വാദം. 20-ാം തീയതി ഇവിടെ ഹാർബറിൽ ഈ മീൻ കച്ചവടമായിരുന്നു. അത് ഒരു കുഴപ്പമില്ലായിരുന്നു. സർക്കാർ ഒരു ഉത്തരവാദിത്വം പറഞ്ഞിട്ടില്ല ഈ മീൻ പിടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ അറിയാതെ പോയി മീൻ പിടിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഹാർബറിൽ വിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ബോട്ട് നിരോധനം ഇതിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മീൻ മൊത്തം ഈ മുനമ്പത്താണ് കനുഭവിക്കുന്നത്. കൊല്ലത്ത് കനുഭവിക്കില്ലയോ, വേപ്പൂർ കനുഭവിക്കില്ലയോ, അവിടെ നീണ്ടകര കനുഭവിക്കില്ല. അവിടേക്ക് മത്സ്യം പിടിക്കുന്നുണ്ടല്ലോ. അവിടെ മത്സ്യം പിടിച്ചാണല്ലോ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത്. ഇവിടെ മാത്രം എന്താണ് ഇവർക്ക് ഈ നിയമം? കേരളത്തിൽ 2 റൂൾസാണ്. ഇത്രയും ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു മത്സ്യത്തൊഴിലാളികൾ. വള്ളത്തിലെ മത്സ്യം ലേലം ചെയ്ത് 1.25 ലക്ഷം രൂപ പിഴ അടപ്പിച്ചു. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്തകുമാർ, VM ഷൈബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. 2025 വർഷത്തെ ട്രോളിംഗ് ബാൻ ഇപ്പോൾ ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് അടിത്തട്ടിലെ മത്സ്യബന്ധന രീതികളെല്ലാം തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ആഴക്കടലിൽ നിന്നും അടിത്തട്ടിൽ നിന്നും കാണപ്പെടുന്ന മത്സ്യങ്ങളായ കിളിമീൻ, അരണമീൻ എന്നിവയെ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇതിൽ നിന്ന് എല്ലാ മത്സ്യത്തൊഴിലാളികളും വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.